ഹലോ ഗായ്സ്, ഞങ്ങളിന്നൊരു കൊച്ചുവേളി ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ വന്നിട്ടുണ്ട്. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ട്രെയിൻ വന്നത്. ഹാഫ് ആൻ അവർ അടുപ്പിച്ച് ഞങ്ങൾ ലേറ്റായി ട്രെയിനിൽ ഞങ്ങൾ കയറി. ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. ആള് എന്തൊക്കെയോ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോ സ്റ്റോപ്പിൽ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. നല്ല മഴയും നല്ല ക്ലൈമറ്റും തണുപ്പൊക്കെ ആയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത്, അപ്പോൾ എല്ലാം കാണാൻ പറ്റില്ല. പിന്നെ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ട്രെയിനിൽ. പിന്നെ ഒരു 10-11 മണിക്കൊക്കെ ഉള്ള ട്രെയിനിനാണ് കയറിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഫുൾ സീറ്റ് കഴിഞ്ഞിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഒരു 4-5 ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേമം എത്തി കുറച്ച് സമയം ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ട്രാക്കിലൂടെ നാഗർകോവിൽ പാസഞ്ചർ പോകാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആ ട്രെയിനിൽ പോയി. അത് പോയതിന് ശേഷം അടുത്ത് നമ്മുടെ ട്രെയിനെ കടത്തി വിടുള്ളൂ. അങ്ങനെ അത് പോയ ശേഷം നമ്മുടെ ട്രെയിനെടുത്തു. ഞങ്ങളങ്ങനെ കുറേ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം എത്താറായിരിക്കുകയാണ്. ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ നമുക്കിവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് കൊച്ചുവേളി ട്രെയിനാണ്. അപ്പോൾ കൊച്ചുവേളിയിൽ തന്നെ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ കൊച്ചുവേളിയിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് കൊച്ചുവേളിയിലോട്ട് പോയത്. അത് എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. പിന്നെ മഴയായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. കൊച്ചുവേളിയിലെത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പൊക്കെയാണ്. പക്ഷെ അവിടെ ഞങ്ങൾ കുറച്ച് സമയം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്നു. നല്ല മഴയായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും. അവിടെ കടലും കായലൊക്കെ ഒന്നിക്കുന്ന പൊഴി പോലത്തെ സംഭവമുണ്ട്. അത് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ കുഞ്ഞാവയെ കൊണ്ട് അധികം ഒരിടത്തോട്ടും പോകാൻ പറ്റിയില്ല നമുക്കൊന്ന്. ഈ പാലം കയറിയാണ് അപ്പുറത്ത് പോകേണ്ടത്. ഇതാണ് ബീച്ചിൻ്റെ സൈഡ്. അങ്ങോട്ട് ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഗാർഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, സെക്യൂരിറ്റി ഗാർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഇവിടെ വലിയൊരു മരമുണ്ട്, അതിൻ്റെ സൈഡിലൊക്കെ വന്നിരുന്ന ഐസ്ക്രീം പാർലറും ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ കുറേ പൂന്തോട്ടം പോലത്തെ പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കുളവും നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞാവയും കൊണ്ട് ആദ്യമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അവിടെ കുറേ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്റ്റാച്യൂസ്, അവിടെ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു പീസ്ഫുൾ മൈൻഡായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സംഭവം തന്നെ അവിടെ. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ വെറൈറ്റി ചെടികളും പൂവുകളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാച്യൂസും. പിന്നെ അവിടെ മെയിനായിട്ട് ശംഖുമുഖത്തല്ലല്ലോ ശംഖുള്ളത്, വേളിയിലാണ് ശംഖുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം അടുത്ത്. ഇതാണ് ഇവിടുത്തെ കൊച്ചുവേളിയിലുള്ള ശംഖുമുഖം എന്ന് പറഞ്ഞാലും ഇവിടെയാണ് നമുക്ക് ശംഖ് കാണാൻ കഴിയുന്നത്. പിന്നെ ചെറിയൊരു ട്രാക്കൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിന്, അത് പോകുന്ന ട്രാക്കാണിത്. പക്ഷേ അന്ന് മഴ ആയതുകൊണ്ട് തന്നെ അത് വർക്കിംഗ് അല്ലായിരുന്നു. ചിലപ്പോൾ സ്കിഡ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് ഒതുക്കിയിട്ടിരിക്കുന്നതാണ് ട്രെയിന്. കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ഫുഡും ഐസ്ക്രീമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാം.